കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവരായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം ഓർപ്പിക്കട്ടെ. പ്രാർത്ഥനയോടും ദൈവാസികത്തോടും കൂടി ഈ പ്രഭാത സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുകയാണ്. 2 പത്രോസിൻ്റെ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 14-ാമത് വാക്യം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ ഇവയ്ക്കായി കാത്തിരിക്കുകയാണ്. അവൻ നിങ്ങളെ കറയും കളങ്കവും ഇല്ലാത്തവരായി സമാധാനത്തോടെ കാണുവാൻ ഉത്സാഹിച്ചുകൊണ്ട് നമ്മുടെ കർത്താവിൻ്റെ ദീർഘക്ഷമയെ രക്ഷയെന്ന് വിചാരിക്കുന്നു. ഈ വാക്യങ്ങൾക്കാട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവമക്കളായ നമ്മളെല്ലാവരുടെയും പ്രത്യാശയാണ് കർത്താവിൻ്റെ മേഘപ്രത്യക്ഷത എന്ന് പറയുന്നത്, അല്ലേ? പലപ്പോഴും വിശുദ്ധിയോടും ദൈവകൃപയോടും വിശ്വാസത്തോടും വിശുദ്ധിയിലും ജീവിക്കുന്ന ദൈവമക്കൾക്ക് പലപ്പോഴും ദുഃഖം തരുന്ന ഒന്നാണ് ഈ കർത്താവിൻ്റെ വരവ് എന്തുകൊണ്ട് താമസിക്കും, അല്ലേ? നമ്മളിപ്പോൾ പലരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, കർത്താവ് നീ ഒന്ന് പെട്ടെന്ന് വന്നെങ്കിൽ, ദൈവസഭയെ ചേർത്തെങ്കിൽ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അവിടുത്തെ സന്നിധിയിലേക്ക് വരാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കാത്തവരായ നല്ല വിശ്വാസികളായിട്ടുള്ളത് ചുരുക്കമായിരിക്കും, അല്ലേ? എല്ലാവർക്കും, ഞാൻ ഉൾപ്പെടെ നമുക്ക് എല്ലാവർക്കും ഒരു ആഗ്രഹവും പ്രത്യാശയുമാണ് നമ്മുടെ കർത്താവിൻ്റെ വരവിൽ നമുക്ക് പോകുക എന്നുള്ളത്. അതുകൊണ്ട് നമ്മളെപ്പോഴും പറയുന്നൊരു വാചകമാണ്, കർത്താവെ നീ വേഗം വരണം. സ്തോത്രം. അതിനകത്ത് ഒരുപാട് കാരണങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ ഈ ലോകത്തിൽ അനുഭവിക്കുന്ന കഷ്ടതകൾ, ഞെരുക്കങ്ങൾ, പ്രയാസങ്ങൾ, വിശ്വാസ ജീവിതത്തിൽ വരുന്ന ശോധനകൾ, സ്തോത്രം, ക്രിസ്തീയ ജീവിതത്തെ പ്രതി നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ആക്ഷേപങ്ങളും നിന്ദകളും പരിഹാസങ്ങളും ഒക്കെ, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരുന്ന സമയം നമ്മൾ പറയും, കർത്താവെ നീ ഒന്ന് വന്നെങ്കിൽ, സ്തോത്രം, ഞങ്ങൾക്കും അങ്ങയോടൊപ്പം കർത്താവിൻ്റെ സന്നിധിയിലേക്ക്, ആ കർത്താവ് ഇരിക്കുന്ന ഇടത്തേക്ക് വരുവാൻ ഞങ്ങൾക്ക് കഴിയുമല്ലോ എന്ന് ചിന്തിക്കാത്തവരായ സ്തോത്രം വിശ്വാസികൾ സ്തോത്രം ചുരുക്കമായിരിക്കും, അല്ലേ? അപ്പം ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്തുകൊണ്ട് നമ്മുടെ കർത്താവിൻ്റെ വരവ് താമസിക്കുന്നു? ഈ ലേഖനത്തിൽ തന്നെ 2 പത്രോസ് ലേഖനം 3-ാം അധ്യായത്തിൽ തന്നെ അതിൻ്റെ 9-ാമത് വാക്യത്തിൽ വായിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നു, ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ വാഗ്ദത്തം നിവർത്തിക്കുവാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നത് ഉള്ളു. അപ്പോൾ എന്തുകൊണ്ടാണ് കർത്താവ് വരാതിരിക്കുന്നത്? എല്ലാവരും രക്ഷപ്പെടണമെന്നുള്ളത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്, അല്ലേ? അതുകൊണ്ട് കർത്താവ് വരവാൻ താമസിച്ച് മനുഷ്യ ജീവിതത്തിന് ഈ ലോകത്തിൽ ദൈവം അവസരം കൊടുക്കുന്നത് ഏക വീണ്ടെടുപ്പുകാരനായ ലോകരക്ഷിതാവായ സ്തോത്രം യേശുവിനെ അറിയുവാനും യേശുവിൻ്റെ രാജ്യത്തിൻ്റെ അവകാശിയായി മാറുവാനൊക്കെ വേണ്ടിയാണ് ഈ താമസം വരുന്നത്. അതുകൊണ്ടാണ് ബൈബിൾ പറഞ്ഞത്, ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ വാഗ്ദത്തം നിവർത്തിക്കുവാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും എന്ത് ചെയ്യണം? മാനസാന്തരപ്പെടാൻ. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, അകത്തും പുറത്തുമായി മാനസാന്തരപ്പെടാൻ, ദൈവകൃപയിലേക്ക് വരാൻ, മടങ്ങി വരുവാൻ സ്തോത്രം ദൈവം ആഗ്രഹിക്കുന്ന ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ജനമുണ്ട്. അവരൊക്കെ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരണമെന്നൊരാഗ്രഹം ദൈവത്തിനുള്ളത് കൊണ്ടാണ് പുത്രനായ യേശു കർത്താവിൻ്റെ വരവ് താമസിക്കുവാൻ തക്കവണ്ണം ഇടവരുന്നത്. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, സ്തോത്രം, എന്നാൽ നമ്മുടെ കാത്തിരിപ്പ് പുതിയ ആകാശവും പുതിയ ഭൂമിക്കുമായിട്ട് നമ്മൾ കാത്തിരിക്കുന്നു. അപ്പോൾ ഇവയ്ക്ക് വേണ്ടിയാണ് നമ്മുടെ കാത്തിരിപ്പ്, അല്ലേ? അപ്പോൾ അതുകൊണ്ട് നമ്മളെക്കുറിച്ച് ദൈവം പറയുന്നത്, നമ്മൾ സ്തോത്രം കറയും കളങ്കവും ഇല്ലാത്തവരായി സമാധാനത്തോടെ കാണുവാൻ ഉത്സാഹിച്ചുകൊണ്ട് നമ്മുടെ കർത്താവിൻ്റെ ദീർഘക്ഷമ രക്ഷയെന്ന് വിചാരിപ്പിൻ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വരേണ്ടിയത്? 3 കാര്യങ്ങൾ പത്രോസ് പറയുകയാണ്. 1, അത് നിങ്ങൾ കറയില്ലാത്തവരായിരിക്കണം. 2, കളങ്കമില്ലാത്തവരായിരിക്കണം. 3, സ്തോത്രം, അത് സമാധാനത്തോടെ കാണുക. സ്തോത്രം. അപ്പം നമ്മൾ സമാധാനത്തോടെ ഇരിപ്പാനാണ് കർത്താവ് നമ്മളെക്കുറിച്ച് എന്ത് ചെയ്യുന്നത്? ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ആ ദൈവിക സമാധാനം നമ്മളിലേക്ക് വരട്ടെ. കറയില്ലാത്തവരായി, കളങ്കമില്ലാത്തവരായി, കർത്താവിൻ്റെ പ്രത്യക്ഷതയ്ക്കായി വിശുദ്ധിയോടെ ദൈവകൃപയോടെ കാത്തിരുന്നു കൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് പിന്നെയും വരാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അങ്ങയുടെ വരവിനായി കാത്തിരിക്കുന്ന ദൈവദിനത്തിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ ലോകം അശുദ്ധിയിലും പാപത്തിലും മ്ലേച്ഛതയിലും ഒക്കെ ഇറങ്ങി നിൽക്കപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുന്നത് പോലെ കറയില്ലാത്തവരായി, കളങ്കമില്ലാത്തവരായി സമാധാനത്തോടെ ദൈവസന്നിധിയിലേക്ക് വരുവാൻ അവിടെ ഞങ്ങളെ ഒരുക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ആരും നശിച്ചു പോകുന്ന അവിടത്തേക്ക് ഇഷ്ടമല്ലല്ലോ കർത്താവ്. അവിടുത്തെ കൃപയിൽ ഞങ്ങൾ ആശ്രയിപ്പാൻ ദൈവം ഇടവരുന്നു. മഹത്വം അങ്ങേക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലെസ് യു.